ഞാനത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ ആലോചിച്ചു. കാര്യം നമ്മുടെ പിതൃക്കൾ മാത്രമല്ല, ഈ മൺമറഞ്ഞു പോയ ആൾക്കാരും അച്ഛൻ്റെ പിതാമഹന്മാരും, അതാണ് അവിടെ പറയുന്നത്. അറിഞ്ഞും അറിയാതെയുമുള്ള ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. മെയിനാണ് ഈ ചാനൽ ഞാൻ കാണുന്നുണ്ട്, അവിടെ നോക്കിയത് ന്യൂസ് 8 നിങ്ങളുടെ ആദ്യം റിപ്പോർട്ട് ചെയ്തത് അല്ലേ? വേറെ അതുകൊണ്ട് തന്നെ ഈ അവരുടെ ഓർമ്മകൾ കൂടി മനസ്സിൽ ഉണ്ടാവും. കാര്യം ഇത് നാളെ നമുക്കും വന്നുകൂടാ എന്നില്ല. അപ്പൊ അതിനുവേണ്ടി നമുക്ക് എന്ത് പ്രിക്കോഷൻസ് എടുക്കാന്നുള്ളത് ഭഗവാന്റെ അടുത്ത് പറയാനേ പറ്റുള്ളൂ, രാഷ്ട്രീയക്കാരുടെ അടുത്ത് പറയാൻ പറ്റില്ല. ഓക്കെ, റൈറ്റ്. തിരുവനന്തപുരം ജില്ലയിലെ പ്രധാന ബലിതർപ്പണ കേന്ദ്രമായ തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തിലേക്ക് പുലർച്ചെ മുതൽ ആയിരങ്ങളാണ് ബലിയർപ്പിക്കുന്നതിനായി എത്തിയത്. ഇവിടെ 9 തർപ്പണ ഘട്ടങ്ങളാണ് ആകെ ഒരുക്കിയിട്ടുള്ളത്. രാജ്യത്ത് തന്നെ ക്ഷേത്രത്തിനുള്ളിൽ ബലിയിടാൻ കഴിയുന്ന ഒരു വിശ്വാസ കേന്ദ്രം എന്ന സവിശേഷത, സ്ഥിരമായുള്ള 2 ബലിമണ്ഡപങ്ങൾ, ഇതിന് പുറമെയാണ് 7 ബലിമണ്ഡപങ്ങൾ കൂടി ഇതിനു വേണ്ടി ഇപ്പോഴത്തെ കർക്കിടക വാവ് ബലി അതിനോടനുബന്ധിച്ച് പ്രത്യേകമായി സജ്ജമാക്കിയത്. 300-ലധികം താൽക്കാലിക ജീവനക്കാരെ നിയോഗിച്ചിരുന്നു. ദേവസ്വം ബോർഡിന് കീഴിലുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രമാണ്. ഇവിടെയുള്ള സ്ഥിരം ജീവനക്കാർക്ക് പുറമെയാണ് കൂടുതൽ ജീവനക്കാരെ നിയോഗിച്ചത്. ലങ്കാക്കടവെന്ന കടവ് തിരുവല്ലമാറ് കടന്നു പോകുന്ന പ്രദേശമാണ്. അവിടെ ബലിപിണ്ഡങ്ങൾ അർപ്പിച്ച് ദേഹശുദ്ധി വരുത്തി വീടുകളിലേക്ക് മടങ്ങാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ബലിക്കല്ലുകളിൽ ബലിപിണ്ഡങ്ങൾ അത് അല്പാൽപമായി സമർപ്പിച്ചുകൊണ്ടാണ് ഏവരും ഈ കടവിലേക്ക് പോകുന്നത്, അവിടെ ദേഹശുദ്ധി വരുത്തുന്നതിലേക്ക് പോകുന്നത്. നമ്മൾ ഇപ്പോൾ എല്ലാ വർഷവും കർക്കിടക വാവിന് ഇവിടെ വരികയും ഇങ്ങനെ ഈ പിതൃക്കളുടെ മോക്ഷപ്രാപ്തിക്ക് വേണ്ടി ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് അവരുടെ മോക്ഷപ്രാപ്തിക്ക് വേണ്ടി ബന്ധുക്കൾ ഇങ്ങനെ ബലി അർപ്പിക്കുകയും ചെയ്യുന്ന കാഴ്ചകൾ എല്ലാ വർഷവും നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം കൂടി നമുക്കറിയാം. ഇപ്പോൾ ഈ ബലി അർപ്പിക്കുന്ന പലരുടെയും മനസ്സിൽ വയനാടിന്റെ സംഭവം കൂടി അവരുടെ മനസ്സിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ വയനാടിലെ ജനത, അവർ നേരിടുന്ന ദുരിതമുണ്ട്, അവിടെ ജീവൻ നഷ്ടമായ ആളുകളുണ്ട്. ഒരുപക്ഷെ വൈകാരികമായി കൂടി തന്നെ നമ്മൾ ഈ സമയത്തെ കാണേണ്ടിയിരിക്കുന്നു. അവരെയും കൂടി ഓർത്തുകൊണ്ടുള്ള ഒരു കർമ്മമായി ഇത് മാറുന്നു എന്ന് പറയാനുള്ള സാഹചര്യം കൂടിയാണെന്ന് കരുതുന്നു. അരുൺ ആര്യനാടിനൊപ്പം വി വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം.